ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. എടാ മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സുകാർക്കായാലും 10ാം ക്ലാസ്സുകാർക്കായാലും +1 +2 വിദ്യാർത്ഥികൾക്കായാലും ഏതെങ്കിലും ഒരു കണ്ടന്റ് വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്പീച്ച് ചോദിക്കാറുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ അവസ്ഥയാണെങ്കിൽ ഇപ്പൊ 7 മാർക്കിലാണ് സ്പീച്ച് മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പബ്ലിക് എക്സാമിനും ഇതുപോലെ തന്നെ സ്പീച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. 100% വരുന്നല്ല, കൂടുതലാണ്. അപ്പൊ അങ്ങനെ സ്പീച്ച് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് അത് ഉണ്ടാക്കിയതിനൊക്കെ കുറെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഏത് സ്പീച്ച് വന്നാലും നല്ല അടിപൊളിയായിട്ട് ചെയ്താൽ, അത് 10ാം ക്ലാസ്സുകാർക്ക് നല്ല കേട്ടോ, ഏത് ക്ലാസ്സുകാർക്കായാലും ഏത് സ്പീച്ച് ചോദിച്ചാലും നല്ല അടിപൊളിയായിട്ട് ചെയ്താൽ പറ്റിയിട്ടുള്ള ഒരു ഉടായ്പ പരിപാടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും മക്കളെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ മക്കൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്പീച്ചുകളും ഒരുപാട് കണ്ടന്റുകളും പഠിക്കുന്നതിന് പകരം ഇത് മാത്രം പഠിച്ചാൽ മതി എന്നർത്ഥം. ഇതിനിടക്ക് നമുക്ക് ഒരു ഇച്ചിരി എന്തെങ്കിലും നമ്മുടെ കണ്ടന്റുമായിട്ട്, നമ്മുടെ ടോപ്പിക്കുമായിട്ട് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ എപ്പോഴും സ്പീച്ചിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്പീച്ചിന് ടൈറ്റിൽ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്പീച്ച് ഓൺ എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ ടോപ്പിക്കാണോ അത് ഇവിടെ കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും എന്ത് ടോപ്പിക്കിലാണ് നിങ്ങൾ സ്പീച്ച് ചെയ്തേണ്ടത്, അത് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് എഴുതാം. എന്നിട്ട് എ വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും എന്താണ് നല്ലൊരു നമസ്കാരം. ഗുഡ് മോർണിംഗ് നല്ല നമസ്കാരമാണ് ഉദ്ദേശിച്ചത്. രാവിലെ അല്ലേ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ സ്പീച്ച് നടത്തുക. നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന സ്പീച്ചാണ് കൂടുതലും വരിക കേട്ടോ. ദെൻ I stand before you. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ നിൽക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ടു ഷെയർ മൈ വ്യൂസ് ഓൺ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് റെലവന്റ് ടോപ്പിക്. ഒരു പ്രധാനപ്പെട്ട, വളരെ റെലവന്റ് ആയ, പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാണ്, ചർച്ച ചെയ്യാനാണെന്ന് പറയാം. അതിനുശേഷം എന്നിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക്കിന്റെ പേര് ഇതാ. നമ്മൾ ഇവിടെ എഴുതിയ അതേ പേരിന് ഇവിടെ എഴുതാം. ദെൻ ആസ് വി ഓൾ നോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വി ആർ ഓൾ ലിവിംഗ് ഇൻ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ് വെയർ ദിസ് ഇഷ്യൂ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്. വളരെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ ഒരു കാര്യം, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു ടോപ്പിക്, ആ ഒരു ഇഷ്യൂ എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ വലിയ പ്രാധാന്യമേറിയ ഒരു റോള് തന്നെ വഹിക്കുന്നുണ്ടെന്ന്. ഇത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്ത് തരത്തിലുള്ള സ്പീച്ച് ആണെങ്കിലും നിങ്ങൾ ഏതാണ്ട് ചാമ്പ്യാൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, എന്തെങ്കിലും നമ്മുടെ സ്പീച്ചുമായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 1-2 സെന്റൻസുകളൊക്കെ ആ ഒരു കണ്ടന്റിനെ കുറിച്ച് കൊടുക്കും, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം സബ്ജക്റ്റുമായിട്ട് കുറച്ചുകൂടി റിലേറ്റഡ് ആയിക്കോളും. ഇനി അതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇതങ്ങോട്ട് ചാമ്പിക്കൊണ്ടി. എന്താ, ഫസ്റ്റ്ലി ആദ്യം തന്നെ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്, ഈ ടോപ്പിക്കിന്റെ പേര് വീണ്ടും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അഫക്ട്സ് അസ് ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് ആസ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്കും വ്യക്തിപരമായിട്ടൊക്കെ ഇത് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇത് കേട്ടോ. എഫക്ട് ചെയ്യാറുള്ള ബാധിക്കാന്നാണ്, പോസിറ്റീവായിട്ടും ബാധിക്കും നെഗറ്റീവായിട്ടും ബാധിക്കും. ഇറ്റ് ഈസ് എ സബ്ജക്ട് ദാറ്റ് ഡിസേർവ്സ് അവർ സീരിയസ് അറ്റൻഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. നമ്മുടെ പെട്ടെന്നുള്ള ഒരു ആക്ഷനും അതേപോലെ നമ്മുടെ ഒരു സീരിയസ് അറ്റൻഷൻ, വളരെ ഗൗരവമേറിയ ഒരു ചിന്തയും ആവശ്യമുള്ള ഒരു മാറ്ററാണിത്. ദെൻ ഇഫ് യു ലുക്ക് അറൗണ്ട്, നമ്മൾ ചുറ്റിലും നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഹാസ് എ ഡീപ്പ് ഇമ്പാക്ട് ഓൺ അവർ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയിലേക്ക് വരെ വളരെ വലിയൊരു സ്വാധീനം ഇതിനുണ്ട്. ഇതെന്താണ് ഇതിന് നമ്മൾ പറയുന്നുള്ളൂ. എന്താ കണ്ടന്റ് എന്നാ നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, ദെൻ സെക്കൻഡ്ലി, രണ്ടാമതായിട്ട് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ യൂത്ത്, എസ്പെഷ്യലി സ്റ്റുഡൻസ് ലൈക്ക് അസ്. ഇത് യുവാക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് ടു ടേക്ക് എ ലീഡ് ഇൻ ദിസ് മാറ്റർ. ഈ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങുക എന്നുള്ളത്. ദെൻ വി ഷുഡ് നോട്ട് ബി സൈലന്റ് സ്പെക്ടേറ്റേഴ്സ് ഇൻസ്റ്റെഡ്. നമ്മൾ ഒരിക്കലും വെറും നിശബ്ദരായ ഒരു കാഴ്ചക്കാരായിട്ട് മാറരുത്. പകരം വി മസ്റ്റ് സ്പ്രെഡ് അവയർനെസ് എമംഗ് അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമ്മുടെ കൂട്ടുകാർക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നമ്മളൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് സ്മോൾ സ്റ്റെപ്സ് ടേക്കൺ ടുഡേ വിൽ ലീഡ് ടു ബിഗ് ചേഞ്ചസ് ടുമോറോ. ഇന്ന് നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നാളത്തെ വലിയ ചുവടുവെപ്പുകളാവും നമ്മൾ ഓർമ്മിക്കണം. ദെൻ ആസ് ദ സെയിങ് ഗോസ്, ഇങ്ങനെയുള്ളൊരു ചൊല്ലുണ്ട്, ഏത്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അല്പം വൈകിട്ടായാലും ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ടു കൺക്ലൂഡ്, ഒന്ന് അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണെന്ന്, ലെറ്റ് us take a pledge to work together for a better world. നല്ലൊരു ഭൂമിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നുള്ളൊരു പ്ലെഡ്ജ് എടുക്കാം, ഒരു പ്രതിജ്ഞ ചെയ്യാം. ലെറ്റ് us be the change we wish to see. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം നമുക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും. ഐ ഹോപ്പ് മൈ വേർഡ്സ് ഹാവ് ഇൻസ്പയർഡ് യു ടു തിങ്ക് ഡീപ്ലി അബൌട്ട് ദിസ്. നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു സ്പീച്ച് ഇൻസ്പയർ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ദെൻ താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ്. ഇത് കേൾക്കാൻ നിങ്ങൾ കാണിച്ച ആ പേഷ്യൻസിന്, നിങ്ങളുടെ ക്ഷമയ്ക്ക് വളരെ നന്ദി. ഹാവ് എ വണ്ടർഫുൾ ഡേ എഹെഡ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു താങ്ക് യു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്ര സിമ്പിളാണ് സ്പീച്ച്. അപ്പം ഏത് കണ്ടന്റ് വന്നാലും പേടിക്കൊന്നും വേണ്ട, ഇതങ്ങോട്ട് എഴുതിക്കോ, മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.